സിമ്പിൾ ആയിട്ട് 2 ബട്ടൺസ് മാത്രമേ ഉള്ളൂ സ്റ്റിയറിംഗ് വീലില്. അത് യൂസ് ചെയ്ത് വേണം എല്ലാം കൺട്രോൾ ചെയ്യാൻ. അത് ബട്ടൺ വർക്ക് ചെയ്തില്ലെങ്കിൽ അപ്പൊ ഇന്ന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് ടെസ്ല മോഡൽ വൈ ലോങ് റേഞ്ച്. എങ്ങനെയുണ്ട്? അടിപൊളി. ഈ ടെസ്ല മോഡൽ വൈക്ക് സ്റ്റാൻഡേർഡ് റേഞ്ച് റിയർ വീൽ ഡ്രൈവ് എന്നൊരു വെർഷൻ ഉണ്ട്. ഓക്കെ. പിന്നെ മോഡൽ വൈ പെർഫോമൻസ്. അപ്പൊ ലോങ് റേഞ്ച്, പെർഫോമൻസ്, പിന്നെ സ്റ്റാൻഡേർഡ് റിയർ വീൽ ഡ്രൈവ്. ഒരു റിയർ വീൽ ഡ്രൈവ് വേരിയന്റ്, 2 ഓൾ വീൽ ഡ്രൈവ് വേരിയന്റ്. ടെസ്ല ഇതിന്റെ 0 to 100 ടൈമും അതുപോലെ റേഞ്ചും മാത്രമേ അവരുടെ സ്പെക് ഷീറ്റിലുള്ളൂ. എത്രയാണ് പവർ, എത്രയാണ് ബാറ്ററി കപ്പാസിറ്റി എന്നൊന്നും ആ സ്പെക് ഷീറ്റിലില്ല. ഓക്കെ. അപ്പോൾ അത്യാവശ്യത്തിന് പവർ, അത്യാവശ്യത്തിന് റേഞ്ച്. ഓക്കെ. ലോങ് റേഞ്ച് എഡിഷൻ അവര് റേഞ്ച് പറയുന്നത് എത്ര? ശരി, 544 കിലോമീറ്റേഴ്സ് ആണ്. 544. നമ്മൾ ഇതിനിടയ്ക്ക് ഈയിടയ്ക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത നമ്മുടെ ഫോർഡ് മാർക്ക് ഇ ലോങ് റേഞ്ചിന് പക്ഷേ 600 ആയിരുന്നു. അത് പക്ഷേ റിയർ വീൽ ഡ്രൈവ് ആയിരുന്നു. റിയർ വീൽ ഡ്രൈവ്, ഓൾ വീൽ ഡ്രൈവ് ആണ്. ഇതിന്റെ സ്റ്റാൻഡേർഡ് റേഞ്ച് റിയർ വീൽ ഡ്രൈവ്, പക്ഷേ ബാറ്ററി കപ്പാസിറ്റി കുറവാന്ന് തോന്നുന്നു. കാരണം അതിന് 455 ആണ് റേഞ്ച് പറയുന്നത്. പെർഫോമൻസ് ആണെങ്കിൽ 514 ആണ് റേഞ്ച്. എക്സ്റ്റീരിയർ എങ്ങനെയാ കാണാൻ ഇഷ്ടപ്പെട്ടോ? സത്യം പറയാലോ, എനിക്ക് മോഡൽ 3യും വൈയും കണ്ട ദൂരെന്ന് കണ്ട ഓക്കെ, അത്രയ്ക്ക് പെട്ടെന്ന് വ്യത്യാസം. ഇതിന് കുറച്ചും കൂടെ പൊക്കമുണ്ട്. യെസ്. അല്ല, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അടുത്ത് കണ്ട് 2 ഒരുമിച്ച് അടുത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന കണ്ട് മനസ്സിലാക്കിയപ്പോ ഓക്കെ. അല്ലെങ്കിൽ ഈ പറഞ്ഞാല് കുറച്ചൊന്ന് വലിച്ചു നീട്ടി സ്മഡ്ജ് ചെയ്ത് ഡോട്ട് ചെയ്ത പറയുന്ന പോലെ ഒരു വെർഷനാണ് മോഡൽ ഫ്രം മോഡൽ 3 മോഡൽ വൈ. അതെ, അത് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ലുക്കല്ല. പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ മാത്രം ഫീച്ചേഴ്സ് ഒന്നും ഇല്ല ഫ്രണ്ടിൽ. ഇപ്പൊ നമ്മുടെ ഓരോ വണ്ടി എടുത്തിട്ട് ഇവിടെ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്നൊന്നും പറയാൻ. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇതിന് പാർക്കിംഗ് സെൻസേഴ്സ് ഇല്ല ഫ്രണ്ടിലും ബാക്കിലും. അപ്പൊ അത് കംപ്ലീറ്റ് ക്യാമറ വെച്ചാണ് ഓടുന്നത്. എല്ലാം ക്യാമറ ടെസ്ല വിഷനിലാണ് ഓടുന്നത്. ബേസിക്കലി സോഫ്റ്റ്വെയറിലാണ് എല്ലാം ഓടുന്നത്. ഇപ്പോഴാണ് ഈ ഇടയ്ക്കാണ് അവര് ടെസ്ല വിഷൻ പാർക്കിങ്ങിന് എനേബിൾ ചെയ്തത്. ഓക്കെ. അപ്പൊ കുറെ സിറ്റുവേഷൻസിലൊക്കെ അത് വർക്ക് ചെയ്യുന്നു. അത് വർക്ക് ചെയ്യാത്ത സിറ്റുവേഷൻസും നമുക്ക് യൂട്യൂബ് വീഡിയോസിൽ കാണാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ പക്ഷേ ഈ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട്, ടെസ്ല ആയതുകൊണ്ടും അവര് അത് ഓവർ ടൈം അത് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ എക്സ്റ്റീരിയറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പിന്നെ ഡോർ ഹാൻഡിൽ ഇല്ല, അങ്ങനത്തെ ഒരു ക്ലീൻ ലുക്കാണ്. പിന്നെ ഈ ഫ്രെയിംലെസ് വിൻഡോ ആണ്. പിന്നെ ബാക്കിൽ ആണ് നമ്മുടെ ചാർജിങ് പോർട്ട്. ബൂട്ട് നമ്മള് സ്പേസ് നോക്കി 854 ലിറ്റേഴ്സ്. ശരിക്കും പറഞ്ഞാൽ ബൂട്ട് സ്പേസ് അതാണ്. പ്രാക്ടിക്കാലിറ്റിയിൽ യാതൊരു ക്വസ്റ്റ്യനും ഇല്ല. ഫ്രണ്ടില് നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. ഫ്രങ്ക് 117 രണ്ടും കൂടെ 971. അത് ലൈക്ക് അൺഹെർഡ് ഓഫ് അല്ലേ. നമ്മുടെ വലിയ IX ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തു. IX ഓഫ് കോഴ്സ് അതൊരു കുറച്ച് വിയർഡ് കേസാണ്. പിന്നെ ID ബസ് നമ്മൾ ടെസ്റ്റ് ചെയ്തു. അത് 1100. പക്ഷെ അത് അതിന്റെ ഷേപ്പ് അങ്ങനെയാണ്. അത് വാനാണല്ലോ, ഇത് വാനല്ലല്ലോ. ആക്ച്വലി ഇതില് പിന്നെ മെഗൻ പ്രാക്ടിക്കാലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ ഈ സീറ്റ് ഒറ്റ പ്രസ്സിൽ തന്നെ താക്കാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. സോ അത് വളരെ ഹെൽപ്ഫുൾ ഒരു ഫീച്ചറാണ്. ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഡിസൈൻ അപ്രോച്ച് ആണ്. അതുകൊണ്ട് തന്നെ ബട്ടൺസ് ഒന്നും എവിടെ ഇല്ല. ഫിസിക്കൽ ബട്ടൺസേ ഇല്ല എവിടെ, എല്ലാം സ്ക്രീനിലാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഒരു വല്ലാത്ത വിയർഡ് ഫീലിംഗ്. ഇവിടെ ഒന്നും ബട്ടൺസ് ഇല്ല, എവിടെ ഞെക്കാനോ ഒന്നും തിരിക്കാനോ ഡയൽസോ ഒന്നുമില്ല. ഈവൻ ഒരു ഹഡ് ഡിസ്പ്ലേ അതിനൊരു സംഭവം ഇല്ല. ഡ്രൈവറിന് സ്റ്റിയറിംഗ് ബാക്കിൽ ഒരു കൺസോൾ ഇല്ല. ഒരു വുഡൻ ഫിനിഷ്. ഇത് ശരിക്കും വുഡല്ല. വുഡാണോ? അല്ല, ഒരു പ്ലാസ്റ്റിക് ഫീലിംഗ് ആണ്. പ്രത്യേകിച്ച് ഒന്നും കാണാനും ഒന്നുമില്ല. കൂടുതൽ മിനിമലിസ്റ്റിക് ആയെന്നുള്ള ഒരു വിഷയം മാത്രമേ എനിക്കുള്ളൂ. കാരണം പറഞ്ഞ ബട്ടണും ഡയലും ഒന്നും ഇല്ലാതെ അങ്ങോട്ട് സഹിക്കുന്നില്ല. അപ്പൊ ഇതിനകത്ത് വോയിസ് കൺട്രോൾ ഉണ്ട്. ടെസ്ല ക്യാൻ യു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ബൈ 2 degrees. ചെയ്തോ? 21 ആയി. അപ്പൊ ചെയ്തു. അപ്പൊ വോയിസ് ആയാലും മതി അല്ലേ? ഒരു കാര്യം ട്രൈ ചെയ്തോണ്ട്. ടെസ്ല ക്യാൻ യു ഓപ്പൺ ദ ഗ്ലൗ ബോക്സ്? ഈശ്വര, ഗ്ലൗ ബോക്സ് ഓപ്പണിങ് വോയിസ് കൺട്രോളിൽ അതാണ് ഗ്ലൗ ബോക്സിന്റെ ഓപ്പണിങ്. ഫ്രണ്ട് സീറ്റും കംഫർട്ടബിൾ ആണ്. ഇത്തിരി വീതി കുറവാണ്. നമുക്ക് വീതി കൂടിയതാവാനാണ് ചാൻസ് കൂടുതൽ. എന്തായാലും കൊള്ളാം. ബാക്കിൽ നിങ്ങൾ ഇരുന്ന് നോക്കി, എങ്ങനെ ഉണ്ടായിരുന്നു? ബാക്കില് ലെഗ് സ്പേസും ഹെഡ് സ്പേസും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ഇഷ്ടം പോലെ ഉണ്ട്.
ഓക്കെ. പക്ഷെ എനിക്ക് തോന്നിയത് ആ സീറ്റ് ബേസിന് വീതി കുറവാണ്. അപ്പോൾ നമ്മുടെ കാൽമുട്ട് വരെ ഒന്നും അത് കവർ ചെയ്യുന്നില്ല. കുറച്ച് അണ്ടർ തൈ സപ്പോർട്ട് കുറവാണ്. പക്ഷെ കാല് നീട്ടി വെച്ചിരിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. പിന്നെ സീറ്റ് ബാക്ക് റിക്ലൈൻ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് കംഫർട്ടബിൾ പൊസിഷനിലൊക്കെ ഇരുന്ന് കാലൊക്കെ നീട്ടി വെച്ചിരിക്കാനുള്ള സ്ഥലമുണ്ട്. ബാക്ക് സീറ്റിൽ കപ്പ് ഹോൾഡർ ഉണ്ട്, 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്, ആംറെസ്റ്റ് ഉണ്ട്, AC വെന്റ് ഉണ്ട്. അപ്പം അങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ കവറാണ്. പിന്നെ ഫ്രണ്ട് സീറ്റ് നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെന്റ് ആണ്, അത് പറഞ്ഞില്ലായിരുന്നു. അത് മറ്റേ ബട്ടൺസ് ഡോർ ഓപ്പണിംഗ് ഇത് നല്ലൊരു പൊസിഷൻ ആണ്. ആക്ച്വലി ഒരു സിംഗിൾ ഇലക്ട്രിക്കൽ ഓപ്പറേറ്റഡ് ബട്ടൺ ആണ്. ഇതിന് ബാക്കപ്പ് ആയിട്ട് വേറെ മാനുവൽ ഓപ്പറേറ്റഡ് ഉണ്ടോ? ഉണ്ട്. ഫോൺ വെക്കാൻ പാഡ് ഉണ്ട്. അത് 2 പേർക്ക്. ഇവിടുത്തെ ഗ്ലൗ ബോക്സ് വലുതാണ്. ഇവിടെ ഉള്ള സെൻട്രൽ സ്റ്റോറേജും വളരെ വലുതാണ്, വളരെ ഡീപ്പാണ്. ആക്ച്വലി ഗ്ലൗ ഇതിന്റെ അടിയിൽ ഹാൻഡ് റെസ്റ്റിന്റെ അടിയിലും ഗ്ലൗ സ്റ്റോറേജ് ഉണ്ട്, അതും ഭയങ്കര വലുതാണ്. ആക്ച്വലി ഇവിടെ 2 കപ്പ് ഹോൾഡർ ഉണ്ട്. പിന്നെ ഡോർ പോക്കറ്റ് അത്യാവശ്യം വലുതാണ്, ഈ പറഞ്ഞ ഫെൽറ്റ് ലൈൻഡ് ആണ്. അങ്ങനെ പിന്നെ ഡോർ നമ്മുടെ കൈ വയ്ക്കുന്ന സ്ഥലമൊക്കെ സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. പിന്നെ ഈ ഇവിടെയും ടു ദ ടച്ച് വളരെ നൈസ് മെറ്റീരിയൽസ് ആണ്. പിന്നെ ഈ വുഡൻ ട്രിം ഡോറിലും കാണാം. മിററിന് വലിപ്പം കുറവാണ്. അതെ, ഇത്രയും വലിയ വണ്ടി കുറച്ചുകൂടെ വലിയ മിറർ ആവുമായിരുന്നു. അഗൈൻ അത് പറയണല്ലോ, എല്ലാം കൺട്രോൾഡ് ത്രൂ സ്ക്രീനാണ്. സ്ക്രീൻ ഓഫ് കോഴ്സ് വളരെ റെസ്പോൺസീവ് ആണ്. ഒരു മിനി എന്താ പറയാ, നെറ്റ്ഫ്ലിക്സും ഡിസ്നി ഒക്കെ ഉള്ള സിനിമ കാണാൻ പറ്റുന്ന, യൂട്യൂബ് ഒക്കെ കാണാൻ പറ്റുന്ന വലിയ സ്ക്രീനാണ്. ക്ലിയർ, നല്ല ക്ലാരിറ്റി ഉള്ള സ്ക്രീനാണ്. എനിക്കൊന്ന് ഇതുപോലത്തെ വലിയ സ്ക്രീൻ നമ്മൾ എനിക്കൊന്ന് പോർട്രേറ്റ് മോഡിൽ നമ്മൾ മാർക്ക് ഇയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ മറ്റേ മാക്സസ് പോലൊന്നും അല്ല, ഭയങ്കര ശരിക്കും റെസ്പോൺസീവ് ആണ്. എല്ലാത്തിനെയും കൺട്രോൾ ഇതുവഴിയാണ്. ഇപ്പം കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പം റിയർ ഇത് അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ ഡോർ സൈഡിൽ ഇല്ല, ഇതിൽ വെച്ച് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ. സ്റ്റിയറിംഗിന്റെ മറ്റേ റേക്ക് ആൻഡ് ടിൽറ്റും അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഇതുവഴിയാണ്. അപ്പം എല്ലാം സ്ക്രീനിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ സ്ക്രീനും പിന്നെ സ്റ്റിയറിംഗിലെ 2 ബട്ടൺ ഓഫ് കോഴ്സ്. സ്റ്റിയറിംഗ് എങ്ങനെയുണ്ട്? സ്റ്റിയറിംഗ് ചെറുതാണ്. മീൻ അറിയില്ല, മീൻ ഞാൻ ഓടിക്കുന്നത് മിനിയാണ്, പക്ഷെ ഇവൻ അതിലും ചെറുതാണ് സ്റ്റിയറിംഗ്. അപ്പം അതുകൊണ്ടൊരു കയറി ഇരുന്നപ്പോ തന്നെ വലിയൊരു വണ്ടിയിലേക്ക് കയറി ഇരുന്നിട്ട് ഒരു കുഞ്ഞ് സ്റ്റിയറിംഗ് എന്നുള്ളൊരു ഫീലിംഗ് ആയി. മെർസിഡസിന്റെ പോലെയാണ് ഇതിന്റെ ഗിയർ കൺട്രോൾസ്. പാർക്കിംഗ്, ന്യൂട്രൽ, ഡ്രൈവ്, സ്റ്റിയറിംഗിന്റെ തൊട്ട് താഴെ തന്നെ ചെറിയൊരു ലീവറിലാണ് അതിന്റെ കൺട്രോൾ വരുന്നത്. വിസിബിലിറ്റി ഇസ് നൈസ്. ഫ്രണ്ട് വിസിബിലിറ്റി സൈഡ് നല്ല ഒരു ഇത് കുറച്ചുകൂടെ അപ്രൈറ്റ് പൊസിഷൻ അല്ലേ, കുറച്ചുകൂടെ നല്ലൊരു വിസിബിലിറ്റി ഉണ്ട്. പക്ഷെ റിയർ വിസിബിലിറ്റി അത്ര ഇംപ്രസീവ് അല്ല. ഓഫ് കോഴ്സ് എനിക്ക് നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ഓടിച്ചത് ID ബസ്സാണ്, അതുകൊണ്ട് ചിലപ്പോൾ ആയിരിക്കാം. പക്ഷെ റിയർ കുറച്ചുകൂടെ വിസിബിലിറ്റി ഉണ്ടായിരുന്നാൽ കൊള്ളായിരുന്നു എന്നുണ്ട്. എനിക്കൊന്ന് 1 പെഡൽ ഡ്രൈവ്, അതിന്റെ കാലെടുത്ത് കഴിഞ്ഞാലുള്ള ബ്രേക്കിംഗ് ക്വൈറ്റ് സഡൻ ആയിട്ട് തോന്നുന്നത്. മേ ബി അത് യൂസ്ഡ് ആയിരിക്കും, അതൊരു കംപ്ലൈന്റ് അല്ല. പക്ഷെ അല്ലാതെ വേറെ ഈ പറഞ്ഞ പോലെ അത് റൈഡിന്റെ ആണോ സസ്പെൻഷൻ അഡ്ജസ്റ്റ്മെന്റിന്റെ ആണോ അറിയില്ല. ചെറിയ കുഴിയിലൊക്കെ വീണാൽ പോലും എല്ലാം അറിയും വണ്ടിയുടെ. ഞാനത് പ്രത്യേകിച്ച് എടുത്ത് പറയാതിരിക്കായിരുന്നു, ഉണ്ണിക്ക് എന്ത് തോന്നും. അത് കാരണം ഇപ്പൊ ആ ഒരു ചെറിയ കുഴി വന്നു അതറിയാം, ഇപ്പൊ ഒരു ചെറിയ ബമ്പ് വന്നു അതറിയാം, എല്ലാം അറിയാം. സൈക്കിളിലൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ നമ്മള് കല്ല് മണ്ണൊക്കെ വരുമ്പോ ഇങ്ങനെ നമുക്കറിയാലോ, അതാ ഇല്ല അതില് കേറി ഇതില് കേറി എന്നൊക്കെ. ആക്ച്വലി ഇതില് കല്ലിൽ കയറിയ പോലും അറിയും. ശരിക്കും എല്ലാം ഫീൽ ചെയ്യാം സ്റ്റിയറിംഗിൽ വെച്ചാൽ. അതൊരു ഫീച്ചറാണോ? യു ഫീൽ ദ റൈഡ് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഇത് ഓടിച്ചപ്പോ തോന്നിയെന്ന് പറഞ്ഞാല് നമ്മള് സ്റ്റിയറിംഗ് ചെറുതായിട്ട് അനങ്ങിയാൽ പോലും വണ്ടി ഭയങ്കര റെസ്പോൺസീവ്. അത് നമ്മൾ ഈ സിറ്റിയിൽ ഓടിക്കുമ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മള് ഹൈവേയിലൊക്കെ പോകുമ്പോ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഒരു കൈ വെച്ച് മാത്രം ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ കൈ സ്റ്റഡി ആയിട്ടിരിക്കില്ലല്ലോ. കൈ ചെറുതായിട്ട് അനങ്ങിയാൽ പോലും ഈ സാധനം അങ്ങനെ ഒരു. ഇത് സ്പോർട്സ് മോഡാണ് എനിക്ക് തോന്നുന്നത്. സ്പോർട്സ് സ്റ്റിയറിംഗ് ആണ്. പക്ഷെ എനിക്ക് പേഴ്സണലി പ്രിഫർ ചെയ്യുന്ന കുറച്ചുകൂടെ വലിയ സ്റ്റിയറിംഗ്, കുറച്ചുകൂടെ എന്താ പറയാ സോഫ്റ്റർ സ്റ്റിയറിംഗ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇത് കുറച്ച് കട്ടി കൂടുതലായിട്ട് എനിക്ക് തോന്നി. ചാർജിങ് സ്പീഡിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ചാർജിങ് സ്പീഡ് ആക്ച്വലി 170 കിലോവാട്ട് ആണ് പീക്ക് പറയുന്നത്. സ്റ്റാൻഡേർഡ് റേഞ്ച് ബാറ്ററിക്ക്. ലോങ് റേഞ്ച് ബാറ്ററിക്ക് പറയുന്നത് 250 കിലോവാട്ട് പീക്കാണ്. പക്ഷേ ഈ മറ്റു വണ്ടികളുടെ പോലെ 5 to 80 ചാർജിങ് ടൈം എത്രയാന്ന് കറക്റ്റ് ആയിട്ട് പറയുന്നില്ല. പക്ഷെ നമ്മൾ
പല യൂസർ റിവ്യൂസിനൊക്കെ കാണുന്നത് അരമണിക്കൂറിൽ താഴെയാണ് ഏകദേശം 80% ചാർജ് ചെയ്യാൻ ടൈം എടുക്കുന്നത്. പിന്നെ 11 kW ആണ് AC. ടെസ്ലയുടെ വില എങ്ങനെയാണ്? ഈ മോഡൽ ലോങ് റേഞ്ച് ഓൾ വീൽ ഡ്രൈവ് ഇതിന്റെ വില 55,990 ആണ്. 55,990. ഓക്കെ. ഇതിന്റെ പെർഫോമൻസ് എഡിഷന് 65,990 ആണ്. 65. സ്റ്റാൻഡേർഡ് മോഡലിന് സ്റ്റാൻഡേർഡ് 48,990. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇതിന്റെ ലോങ് റേഞ്ച് ഓൾ വീൽ ഡ്രൈവ് ആണ് ഏറ്റവും ബെസ്റ്റ് മോഡൽ എന്റെ അഭിപ്രായത്തിൽ. പവർ, എഫിഷ്യൻസി, റേഞ്ച്, സ്പേസ്, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, ഇതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് കോമ്പറ്റീറ്റർ ഇല്ല. സത്യം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വിലയും കൂടെ കുറഞ്ഞ സമയത്ത് 55,990 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇപ്പോൾ കിയ EV6, ഐണിക് 5, അതുപോലെ മാക്കി, ID4 ഇതിൻ്റെയൊക്കെ ഓൾ വീൽ ഡ്രൈവ് വേരിയൻസിനെ വെച്ച് നോക്കുമ്പോൾ ചീപ്പറാണ് ഈ വണ്ടി. ശരിയാ. എന്തുകൊണ്ടും ഇതൊരു ഓൾമോസ്റ്റ് പെർഫെക്റ്റ് EV ആണ്. വണ്ടിയാണിത്. നിങ്ങൾ ക്രോസ് ഓവർ EV ആണ് നോക്കുന്നതെങ്കിൽ ഓൾമോസ്റ്റ് പെർഫെക്റ്റ് എന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നത് അതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് മാത്രമാകാനുള്ള കാരണം. ഒന്ന് റൈഡാണ്. ഈ പറഞ്ഞ പോലെ ഏത് ചെറിയ കുഴിയിൽ വീണാലും അതെ അറിയാം. സത്യത ഇപ്പൊ തന്നെ ഉണ്ടോ? ഇതൊന്നും നമ്മൾ സാറിന് ഇപ്പൊ ഒരു EQBയിലോ അല്ലെങ്കിൽ Audi Q4 ആണെങ്കിൽ നമ്മൾ ഇതൊന്നും അറിയില്ല. ഈ ചെറിയ ചെറിയ ബംസ് ഒക്കെ ഇത് ഈ പറഞ്ഞ പോലെ എവറി ബിറ്റ് ഓഫ് ദ റോഡ് ഫീൽ ചെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ്. അതെ. പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിയറിംഗ് കുറച്ച് അധികം റെസ്പോൺസീവാണ്. അപ്പോൾ ഈ നമ്മള് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇന്ന് ഓടിക്കാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓട്ടോ പൈലറ്റിനെ വിശ്വസിച്ച് സ്റ്റിയറിംഗിൽ നിന്ന് കൈയെടുക്കണം. അത് ഇല്ലീഗലാണ്. അത് ഇതുവരെ നമ്മൾ അതിന് റെഡി ആയിട്ടില്ല മാനസികമായി. പിന്നെ അത് ചെയ്യാനും പാടില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൈ ചെറുതായിട്ട് അനങ്ങുമ്പോഴും ആ സ്റ്റിയറിംഗ് റെസ്പോൺസീവ്, വീല് റെസ്പോണ്ട് ചെയ്യും. ഇതിന്റെ വാറണ്ടി എങ്ങനെയാണ്? വാറണ്ടി 4 years ആണ് വാറണ്ടി. പിന്നീട് 80,000 kilometer ആണ് ബാറ്ററി. അല്ല, വണ്ടി. ബാറ്ററിയുടെ വാറണ്ടി 8 years 160,000 kilometers ആണ്. സ്റ്റാൻഡേർഡ് ആണ്. അത് സ്റ്റാൻഡേർഡ് റേഞ്ചിന്. ലോങ് റേഞ്ചിന് കുറച്ചും കൂടെ കൂടുതലുണ്ട്. 8 years ആണ്, പക്ഷെ 192,000 kilometers. വണ്ടിയെ കുറിച്ചൊരു കൺക്ലൂഷൻ, വൺ ലൈൻ കൺക്ലൂഷൻ എങ്ങനെയുണ്ട്? ഓൾമോസ്റ്റ് പെർഫെക്റ്റ്. പക്ഷേ എന്താ പറയാ, അഫോർഡബിൾ. നമ്മൾ സാധാരണ EVസിനെ കുറിച്ച് റൈഡ് ഇപ്പൊ നമ്മള് ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസ് ആയിരിക്കും റൈഡ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കിയിട്ട് റൈഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് തന്നെ, പിന്നെ വേറൊന്നും നോക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാക്കി നമ്മൾ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള പാരാമീറ്റേഴ്സ്, റേഞ്ച് ആയാലും എഫിഷ്യൻസി ആയാലും എല്ലാം, പെർഫോമൻസ് ആയാലും സ്പേസ് ആയാലും എന്തായാലും തംസപ്പ് തന്നെയാണ്. അത് മാത്രമല്ലല്ലോ, ടെസ്ല ആയതുകൊണ്ട് തന്നെ എസ്പെഷ്യലി ഇവിടെ നോർഡിക്സിൽ അതിന്റെ സൂപ്പർ ചാർജേഴ്സിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ആ കാര്യത്തിൽ കുറച്ച് പുറകിലാണ്. പക്ഷെ യൂറോപ്പിൽ ബാക്കി എവിടെ പോയാലും, ഇപ്പൊ നോർവേയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഈ ടെസ്ലയുടെ ചില സൂപ്പർ ചാർജേഴ്സ് ഇപ്പോൾ മറ്റുള്ള വണ്ടികൾക്ക് ഉപയോഗിക്കാം. ഫിൻലൻഡിലും അത് ആയി തുടങ്ങിയിട്ടുണ്ട്. വൺ ലൈൻ കൺക്ലൂഷൻ, ഓൾമോസ്റ്റ് പെർഫെക്റ്റ് EV ആയ ടെസ്ല മോഡൽ Y ലോങ് റേഞ്ച് ആണ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോർഡിക് മലയാളി. താങ്ക് യു.